നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കപട മൃഗസ്നേഹികളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് മറ്റൊരു വിഭാഗം ആളുകളെക്കുറിച്ച് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. പ്രകൃതി സ്നേഹികൾ. പ്രകൃതി സ്നേഹം എല്ലാവർക്കും നല്ലതാണ്. ധാരാളം പ്രകൃതി സ്നേഹികളുണ്ട്. നമ്മൾ ഈ കടൽ തീരങ്ങളിലൊക്കെ വനം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ധാരാളം ആളുകളെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റോഡ് സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരാരും വലിയ പത്രത്തിലോ ടി വിയിലോ മാധ്യമങ്ങളിലൊന്നും വന്ന് ഞങ്ങൾ വലിയ പ്രകൃതി സ്നേഹികളാണെന്നൊന്നും പറയുന്നില്ല. ഈ കൃഷിക്കാരെ വലിയ പ്രകൃതി നശിപ്പിക്കുന്ന ആളുകളെന്ന നിലയിൽ വിമർശിക്കുന്ന കുറേ ബുദ്ധിജീവികളുണ്ട്. മഴ പെയ്തില്ലേ പറയും, അതെങ്ങനെ ഉള്ള മരമൊക്കെ വെട്ടി നശിപ്പിച്ചു, വനമൊക്കെ വെട്ടി നശിപ്പിച്ചില്ല, പിന്നെ എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്ന് ചോദിക്കും. എവിടെയെങ്കിലും ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ പറയും, അതിങ്ങനെ ഉള്ള കല്ലെല്ലാം പാറയെല്ലാം പൊട്ടിച്ചില്ലേ, പിന്നെ എങ്ങനെ ഉരുൾ പൊട്ടാതിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ നല്ല പെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നത്. കൃഷിക്കാരൻ മാത്രം മണ്ണൊലിപ്പിക്കുന്നു, മരം വെട്ടുന്നു എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കൃഷിക്കാരനാരും മരം വെട്ടുന്നില്ല. കൃഷിക്കാരൻ മരം നട്ടുപിടിപ്പിക്കുക ചെയ്യുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മണ്ണൊഴുകി പോകാതിരിക്കാനും അവൻ വ്യത്യസ്ത തരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ചെയ്യുന്നത്. തേക്ക് വീട്ടിയും ആണെന്നില്ല, പ്ലാവായും പുളിയായും മാവായും ഇതൊക്കെ മരങ്ങളല്ലേ വെച്ച് പിടിപ്പിക്കുന്നു. പിന്നെ മരം വെട്ടുന്നതിനെക്കുറിച്ച്, മരം ചിലർ വെട്ടുന്നുണ്ട്, കാട്ടിൽ കയറി വെട്ടുന്നുണ്ട്, അത് ഫോറസ്റ്റുകാരാണ്. അല്ലെങ്കിൽ ചില പ്രത്യേക മാഫിയകൾ മരം വെട്ടുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്. ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് കൃഷിക്കാരനല്ല. അതിന് പ്രത്യേക ഗ്യാങ്ങുകളും മാഫിയകളുണ്ട്. കൃഷിക്കാരൻ ഒരിക്കലും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നില്ല. ഈ വെട്ടുന്ന മരങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ നഗരങ്ങളിലുള്ള ഈ പ്രകൃതി സ്നേഹികളിലൊക്കെ വീടിൻ്റെ കതകും കട്ടിളയും ഫർണിച്ചറും ഒക്കെ തേക്കിൻ്റെയും ഈട്ടിയുടെയും മരങ്ങൾ. ഇത് ഇവരെവിടെ നിന്ന് വന്നതാണ്? ഈ പ്രകൃതി സ്നേഹികൾ ചെടിച്ചട്ടിക്കകത്ത് തേക്കും തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാക്കിയതാണോ? അല്ലല്ലോ. ഫാക്ടറിയിൽ വിത്ത് മുളപ്പിച്ച് ആണോ മരങ്ങളുണ്ടാക്കിയത്? അല്ലല്ലോ. ഇതുപോലുള്ള മാഫിയകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏലം ചെയ്യുന്ന തടികൾ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇവരിത് ഉപയോഗിക്കാതിരുന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ ഇവർ തന്നെയാണിത് ഉപയോഗിക്കുന്നത്. കൃഷിക്കാരൻ മരങ്ങൾ വെട്ടുന്നില്ല, കൃഷിക്കാരൻ മരം നട്ടുപിടിപ്പിക്കുക ചെയ്യുന്നത്. അവൻ പ്രകൃതിയെ ഒരിക്കലും ദ്രോഹിക്കുന്നില്ല. മണ്ണൊഴുകിപ്പോകാതിരിക്കാൻ അവൻ, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ആളുകൾ കയ്യാല കെട്ടുക എന്ന് പറയും, കല്ലുകൊണ്ട് കയ്യാല കെട്ടി വയ്ക്കും. പിന്നെ മണ്ണൊഴുകിപ്പോകാൻ സാധ്യതയുള്ളിടത്ത് പശുക്കൾക്കുള്ള പുല്ല് നട്ടുപിടിപ്പിക്കും മണ്ണൊഴുകിപ്പോകാതിരിക്കാൻ. മണ്ണിൻ്റെ വീര്യം നഷ്ടപ്പെടാതെ പോകാതിരിക്കാൻ മിക്ക വീടുകളിലും പശുക്കളുണ്ട്. പശുക്കൾക്കിടെ ചാണകവും മൂത്രവും അവൻ മണ്ണിൽ നിലനിർത്തുക ചെയ്യുന്നത്. അതുപോലെ തന്നെ മരങ്ങളുടെ ചില്ലയൊക്കെ വെട്ടി അവിടെ പുത ഇട്ടുകൊണ്ട് മണ്ണ് ഉണങ്ങിപ്പോകാതിരിക്കുക ചെയ്യുന്നത്. വേനൽക്കാലത്ത് സ്പ്രിംഗ്ലർ വെച്ചും അല്ലാതെ ഓസ് വെച്ചും മണ്ണും അതിനകത്ത് കൃഷി നനയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പ്രകൃതി നശിച്ചു പോകാതിരിക്കേണ്ടത് കൃഷിക്കാരൻ്റെ ആവശ്യമാണ്. കൃഷിക്കാരൻ അതിനെ സംരക്ഷിക്കുക ചെയ്യുന്ന എല്ലാ രീതിയിലും, വളം ചെയ്തും കന്നുകാലിയെ വളർത്തിയും മണ്ണൊഴുകി പോകാതെയും എല്ലാം ചെയ്യുന്നത് കൃഷിക്കാരനാണ്. പക്ഷേ ഈ പറയുന്ന നഗരങ്ങളിലിരുന്ന് പ്രകൃതിയെക്കുറിച്ച് പറയുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ ടൂറിസ്റ്റ് മേഖലയിലേക്കും വയനാട്ടിലേക്കും മൂന്നാറിലേക്കും തേക്കടിയിലേക്കും പോകുന്ന വഴിക്ക് ഇത് നല്ല വല്ല വായു ശ്വസിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം, നഗരങ്ങളിൽ നിന്നിട്ട് കാര്യമില്ല. ഇവൻ പോകുന്ന വഴിക്ക് എന്തുമാത്രം പ്ലാസ്റ്റിക് കുപ്പികളാണ് വലിച്ചെറിയുന്നത്. ഈ പ്രകൃതി സ്നേഹികളല്ലേ ഇതൊക്കെ വലിച്ചെറിയുന്നത്. ബ്രാൻഡി കുപ്പിയായും പ്ലാസ്റ്റിക് കുപ്പിയായും സോഡാ കുപ്പിയായും പ്ലാസ്റ്റിക് കവറായും ഒക്കെ. കഴിഞ്ഞ ദിവസം ഒരു ആൾ പത്രത്തിൽ ഒരു അഭിമുഖം പറഞ്ഞപ്പോൾ അയാൾ മൂന്നാർ മുതൽ അടിമാലിക്ക് താഴെ വരെ എല്ലാ ദിവസവും പ്ലാസ്റ്റിക് പെറുക്കുന്നു പറഞ്ഞ ഒരു വണ്ടിയിൽ.
ഡെയിലി 2000 രൂപയുടെ പ്ലാസ്റ്റിക് അവിടെ നിന്ന് കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് അവിടെ മലപ്രദേശത്തുള്ള മലനാട്ടിലുള്ള കൃഷിക്കാരൻ കൊണ്ടിടുന്നതല്ല ഈ പ്ലാസ്റ്റിക് കുപ്പി. പകരം ഈ ബ്രാൻഡി കുപ്പിയൊക്കെ ഇവിടെ നിന്ന് പോകുന്ന വലിയ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ കാണാൻ പോകുന്ന ആളുകൾ കൊണ്ടിടുന്നതാണ്. എന്നിട്ട് പഴി ആർക്കാണ്? കർഷകനാണ്, മലയോര കർഷകന്. അവിടെയെല്ലാം അവരാരും പ്ലാസ്റ്റിക് ഇടുന്നില്ല. അവർക്കവിടെ മണ്ണ് നശിക്കാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രകൃതി സ്നേഹികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വെറുതെ കർഷകരെ വിമർശിക്കരുത്. കാരണം കർഷകർ ഒരു സംഘടിത മേഖലയല്ല. ഇവർ സംഘടിത മേഖലയാണ്. ഇവർക്ക് വേറെ വരുമാനമുണ്ടോ? ഒന്നേ ഗവൺമെൻറ് ജീവനക്കാരായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേപ്പട്ടിയൊക്കെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ്, അല്ല കർഷകരല്ല പ്രകൃതി നശിപ്പിക്കുന്നത്. കർഷകർ ഒരു ചെടി നട്ടുപിടിപ്പിച്ച് അത് വേനൽ വരുമ്പോൾ അത് പൊതിഞ്ഞ് കെട്ടി മഴക്കാലത്ത് ആവശ്യമായിരിക്കുന്ന വളമൊക്കെ ചേർത്ത് കുരുമുളകായും ഏലമായാലും കാപ്പിയായാലും അവൻ അതിനകത്തുനിന്ന് ആദായം ഉണ്ടായാലേ അവന് നാളെ ജീവിക്കാൻ പറ്റുള്ളൂ. അവൻ അങ്ങനെ തന്നെ സംരക്ഷിക്കുന്നതാണ്. അല്ലാതെ ഭംഗിവാക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൃഗസ്നേഹികളാണ് അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികളാണെന്ന് പറയുന്ന ആളുകളല്ല. അതിൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന് മലയോര മേഖലകളിൽ നിന്ന് ഒഴുകി വരുന്ന എല്ലാ നദികളും നഗരത്തിൻ്റെ അടുത്ത് വരെ ഒഴുകുന്ന കണ്ണുനീര് പോലത്തെ വെള്ളമാണ്, ശുദ്ധമായ വെള്ളമാണ്. അതൊരു മലിനീകരണമില്ല. പക്ഷേ നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എന്നെങ്കിൽ ഈ പ്രകൃതി സ്നേഹികൾ എന്തുകൊണ്ടാണ് ഈ പെരിയാറും ഒക്കെ ഈ അവസ്ഥയിലായിരിക്കുന്നത്? വെള്ളത്തിലിറങ്ങാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതിനകത്ത് നിങ്ങൾ മലിനീകരണം മൂത്ത് കഴിയുമ്പോഴത്തേക്ക്, പ്രശ്നമായി കഴിയുമ്പോഴത്തേക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡെന്ന് പറയാൻ പറ്റത്തില്ല. മലിനീകരണ ബോർഡിൻ്റെ മുമ്പിൽ പോയി 5 മിനിറ്റ് ഒരു പ്രകടനം നടത്തി ഫോട്ടോയും എടുത്ത് ടി വിയിലും കൊടുത്തുവെച്ച് നിങ്ങൾ പോരുകയല്ലേ ഉള്ളൂ. നിങ്ങളത് പരിഹരിക്കപ്പെടാനായിട്ട് മാർഗമുണ്ടോ? ധാരാളം കമ്പനികളായി ഇപ്പോഴത്തെ സൈഡിൽ. കമ്പനികൾ വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കമ്പനികളിൽ നിന്ന് വരുന്ന വെള്ളവും വായുവും ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി വയ്ക്കണം. അതിന് ഒരിക്കലും ഈ പ്രകൃതി സ്നേഹികൾ സമ്മതിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സാധിക്കും. പറയുമ്പോൾ ഭയങ്കര പ്രകൃതി സ്നേഹമാണ്. ആദ്യം നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളം നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ഓടയിലേക്ക് കളയാതിരുന്നേ. നിങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കൊക്കെ കറക്കി കുത്തി കാറെ കൊണ്ടുവന്ന് റോഡിലേക്ക് വലിച്ചെറിയാതിരുന്നേ. കർഷകൻ ഇതൊന്നും ചെയ്യുന്നില്ല. കർഷകൻ അവൻ്റെ മണ്ണ് സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ പ്രകൃതി സ്നേഹികളെ, നല്ലൊരു മരം നിങ്ങൾ എത്ര പേര് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്? കഴിഞ്ഞ കൊല്ലം മരം നട്ടത് ആ കുഴി തന്നെ ഈ കൊല്ലം കൊണ്ട് വെക്കും, ഫോട്ടോ എടുക്കും, പത്രത്തിൽ കൊടുക്കും. അല്ലാതെ നിങ്ങളിൽ എത്ര പേർക്ക് പ്രകൃതിയുടെ സ്നേഹമുണ്ട്? വെറുതെ പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസം മാത്രമല്ല ഇത്. അതുകൊണ്ട് കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നുണ്ട്, അവൻ മണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങളാരും കമ്പ്യൂട്ടറിനകത്തൂടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇറച്ചിയും മീനും പച്ചക്കറിയൊന്നും കിട്ടത്തില്ല. അത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. നല്ല പച്ചക്കറിയും ഭക്ഷണ സാധനങ്ങളും കമ്പ്യൂട്ടറിനകത്തൂടെ ഒരിക്കലും കിട്ടത്തില്ല. ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, ഫോട്ടോ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ കഷ്ടപ്പെട്ട് അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലേ? കൃഷിക്കാരൻ ഒരു വർഷം കൃഷി ചെയ്യാതിരുന്ന് കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കൃഷിക്കാരെ ആവശ്യമില്ലാതെ വിമർശിക്കരുത്. നിങ്ങൾ പ്രകൃതിയെ സ്നേഹിച്ചു, നിങ്ങളതിനകത്ത് പേപ്പറിനകത്ത് ഫോട്ടോയും വരുത്തിക്കോ, നിങ്ങൾ പ്രസിഡൻറ്റ് സെക്രട്ടറിക്ക് അയക്കോ. പക്ഷേ വിമർശിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൽ കൂടി നിങ്ങളിവിടെ ചെയ്തതിനെക്കുറിച്ച് ഞങ്ങൾ വിളിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട്
മലയോര കർഷകരും അല്ലാത്ത കർഷകരും എല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. അവരാ കഷ്ടപ്പാട് പിന്നെ വിമർശിക്കരുതേ, വിലമതിക്കുക ചെയ്യേണ്ടത്. നിങ്ങളിനി ടൂറ് പോകുമ്പോൾ നിങ്ങളിവിടുന്ന് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് വലിച്ചെറിയരുത്. അവിടെ പോയി നിങ്ങൾ ആസ്വദിച്ചിട്ട് പോരെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്, പ്രത്യേകിച്ച് കൃഷിക്കാരോടുള്ള ബന്ധത്തിൽ. ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു സംഗതി, മലയോര മേഖലകളിൽ താമസിക്കുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ചാണ്, ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സംബന്ധിച്ചാണ്. ഇപ്പോൾ വലിയ മീറ്റർ പ്രശ്നവും ഒക്കെയാണ്. അവിടുത്തെ മലയോര മേഖലകളിലെ ഡ്രൈവർമാർക്ക് നഗരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിലൂടെ ഞാൻ അതായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷിക്കാരും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, കൃഷിക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ആളുകളും അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാം. നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാം. നമുക്ക് മറ്റുള്ള ആളുകളെ ഈ ചാനലിലൂടെ അറിയിക്കാം. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ മലയോര മേഖലകളിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കുറിച്ചുള്ളതാണ്.